ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് അണ്ടർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്റ്റൈൽ സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ദൊണ്ണെ ബിരിയാണി എന്നും പറയാം, അതേപോലെ തന്നെ ഒസ്കോട്ടെ ബിരിയാണി എന്നും പറയാം. ഒസ്കോട്ടെ ബിരിയാണി ആകുമ്പോൾ അതിനകത്ത് കുറച്ച് മസാലകൾ ആഡ് ചെയ്യും, പൗഡേഴ്സ്. പക്ഷെ ഇന്നുണ്ടാക്കുന്ന ബിരിയാണി മസാലയൊന്നും ഇല്ലാണ്ട് ഇലകളും പ്യൂർ സ്പൈസും അതേപോലെ തന്നെ ചിക്കന്റെ ഫ്ലേവറും റൈസിൽ വരുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. പാത്രം വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കാം. ഏകദേശം 300 ml ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആട്ടിന്റെ നെയ്യാണ്. ഇത് ഓപ്ഷണൽ ആണ്. ഞാൻ ആ റൈസിനൊന്ന് മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് സോമ്പ്, ഏലക്ക, അതേപോലെ തന്നെ ജാതിയുടെ പൂവ്, സ്റ്റാർ ആനസ്, പിന്നെ ഇതൊരു സ്പൈസ് മറാഠി മൊഗ് എന്ന് പറയും. കന്നഡ ഫുഡില് എല്ലാ ഫുഡിലും ഉപയോഗിക്കുന്ന ഒരു മെയിൻ സ്പൈസാണ് കർണാടകയുടെ. മറാഠി മൊഗ് എന്ന് പറയും. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു, പട്ട, അതേപോലെ തന്നെ ചെറിയ 2 കഷ്ണം ജാതിക്ക, പിന്നെ ജീരകം. ഇത്രയും സ്പൈസാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് സവോള നമുക്ക് ഇങ്ങനെ ഇത്ര മെഷർമെന്റ് ഒന്നുമില്ല. ഞാനിവിടെ ഒരു 250 ഗ്രാംസ് 250 ഗ്രാം സവോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ ബിരിയാണിയുടെ മെയിൻ റെസിപ്പി. അതായത് ഇതിനകത്ത് മല്ലിയില, പുതിന, അതേപോലെ തന്നെ ഉലുവച്ചൊപ്പ്, ഇത് 3ഉം എണ്ണയിൽ വഴറ്റി, അതേപോലെ തന്നെ പച്ചമുളക് ഒരു 75 ഗ്രാം, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇത് 3ഉം എണ്ണയിൽ നല്ലോണം വഴറ്റി പേസ്റ്റ് ആക്കി വെച്ചാണ്. ഇത് ഈ ബിരിയാണിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ഐറ്റമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 50 ml തൈര്. ഓക്കെ, ഇനി നമുക്ക് ഈ നെയ്യ് ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, നമുക്കിനി നെയ്യൊക്കെ ഉരുകുന്ന ആ സമയം കൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ജീര റൈസാണ്. അതായത് ജീരകശാല റൈസ് 2 കിലോ കഴുകി കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴുകി വെള്ളത്തിൽ വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ സ്പൈസുകൾ നമുക്ക് എണ്ണയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്യാം. ഈ സവോള ഒന്ന് വഴണ്ട് ഒരു ലൈറ്റായിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഏകദേശം 100 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച മണം ഒന്ന് മാറിക്കിട്ടും. ഒരു ഏകദേശം 1 മിനിറ്റിനുള്ളിൽ നമുക്കത് ഒന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച മല്ലിയിലയും പുതിനയും അതേപോലെ തന്നെ ഉലുവയിലയും വഴറ്റിയിട്ട് പേസ്റ്റ് ആക്കിയത് ഇതിനകത്ത് ഇടാം. ഈ പേസ്റ്റാണ് നമുക്ക് ബിരിയാണിക്ക് മെയിനായിട്ട് കളർ തരുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് യാതൊരു ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയ ഒരു തിരുത്തൽ, ഉലുവയില, മല്ലിയില, അതേപോലെ തന്നെ പുതിന ചൊപ്പ്, അതിൻ്റെ കൂടെ പച്ചമുളകും വഴറ്റി അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് നമ്മൾ നോക്കി രുചിക്കനുസരിച്ച് വിട്ടാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനൊരു 50 ml തൈര് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ടെൻഡറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഇടുന്നത്. എല്ലാം നല്ലോണം കൂട്ടി ഇളക്കണം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിടാം. ഇതുവരെ ഞാൻ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ബിരിയാണിയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഇലകളൊക്കെ പച്ചയ്ക്കും അരിക്കാലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ അരച്ചിടുമ്പോൾ ആ റൈസിനകത്ത് കിട്ടുന്ന കളറും ഫ്ലേവറും വളരെ അധികമായിരിക്കും. പച്ചക്കിടുമ്പോൾ നമുക്ക് ആ ഒരു പച്ചമണം വിട്ടു പോകില്ല. അപ്പോൾ വഴറ്റിയിടുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ഒത്തൻറ്റിക് ആയിട്ടുള്ള ദൊണ്ണെ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഞാൻ ഇത്ര ഒരു പിടി ഉപ്പാണ് ഇടുന്നത്. 2 കിലോ റൈസും 3 കിലോ ചിക്കൻ. അപ്പോൾ രുചി നോക്കുക, കാരണം ഈ ഇതിനകത്ത് അളവിന് വെള്ളമൊക്കെ ഒഴിക്കണം. എപ്പോഴും ചിക്കൻ വെന്തിട്ട് അളവിന് വെള്ളം ഒഴിച്ച് അരി ഇട്ടതിന് ശേഷം നമുക്കൊന്നും കൂടി ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ്. ഇപ്പോൾ നമ്മളിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ അരിക്ക് കൂടുതൽ ഇറച്ചി ഇടണം.
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കിലോ റൈസ് എടുക്കുകയാണെങ്കിൽ 2 കിലോ ചിക്കൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കിലോ റൈസ് എടുത്തിട്ടുണ്ട്, 3 കിലോയാണ് ചിക്കൻ ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ 4 കിലോന് ഇടാം. നമുക്ക് ചിക്കൻ ചേർക്കാം. നമ്മൾ നേരത്തെ ഇട്ട മസാലയൊക്കെ ഒന്ന് വെന്ത് പച്ചമണക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 3 കിലോ ചിക്കൻ ഇതിനകത്ത് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ എണ്ണയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു കളർ ഇടാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഈ രീതിയിൽ നിങ്ങൾ വഴട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹോട്ടലിൽ കിട്ടുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ടേസ്റ്റിംഗ് പൗഡറും കൃത്രിമൊക്കെ ഇടുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ പ്യുവറാണ്. ദയവേത് വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നന്നായി വന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. എപ്പോഴും നമ്മൾ അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നനച്ചതിന് ശേഷം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അരി നനയ്ക്കാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ 7.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അത് 2 കിലോൻ്റെ അടുത്ത്. അതേപോലെ തന്നെ വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നത് നമ്മൾ കണ്ടോളി, 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ്, ഇപ്പോൾ 4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇത് വേവാൻ വേണ്ടി വെക്കണം. കാരണം അങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അളവിൻ്റെ പകുതി വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് ഇനി മൂടി വെക്കാൻ പോവാണ്. അപ്പോൾ മൂടി ബാക്കിയുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ മൊത്തം 12 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 4 ഗ്ലാസ് ഓൾറെഡി ഞാൻ ആദ്യം ഇട്ടു. ഇനി ബാക്കിയുള്ള 8 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ കളറൊക്കെ നല്ല രീതിയിൽ വെന്ത് ചിക്കനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഇടുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇറച്ചിയുടെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിനകത്ത് പിടിക്കണം. ഇപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അരി ഇടണം. അപ്പോൾ അതിന് മുന്നേ ഇറച്ചി വെന്തുണ്ടോ എന്ന് നോക്കാം. ഇറച്ചി വെന്തുണ്ടോ എന്ന് നോക്കാൻ സിമ്പിളായിട്ട് ഒരു കഷ്ണം ഇങ്ങനെ കയ്യിലെടുക്കുക. ചൂടൊന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അരി ഇടണം. അപ്പോൾ ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തളയൊക്കെ നല്ലോണം തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം തുറന്നു. അപ്പോൾ ഈ ചിക്കനും അതിനകത്തുള്ള ആ വെള്ളം എല്ലാം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കഴുകി ഊറ്റി വെച്ച ജീര സംബ അല്ലെങ്കിൽ ജീരകസാല റൈസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള ഗ്രീൻ കളർ നമുക്ക് കാണാം. നമ്മൾ ചില ഹോട്ടലുകളിൽ ബാംഗ്ലൂർ ദൊണ്ണെ ബിരിയാണി ഹോട്ടലുകളിൽ പോകുമ്പോൾ ഈ റൈസൊക്കെ ഇങ്ങനെ കണ്ടമാനം ഗ്രീനായിട്ട് കാണും. അത് തന്നെ മനസ്സിലാക്കാം. അതിനകത്ത് കളറും ഫ്ലേവറും അതേപോലെ തന്നെ ടേസ്റ്റിംഗ് പൗഡർ നല്ലോണം ആഡ് ചെയ്യും. കാരണം നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്കറിയാം ഇതിപ്പോൾ ഇതിനകത്ത് ഒരു മായം 100% പ്യുവർ നാച്ചുറലാണ്. അപ്പോൾ മക്കൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാം. പിന്നെ വേറെ കാര്യം, നമ്മളിതിനകത്ത് പച്ചമുളക് വഴറ്റിയിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് വയറിന് ഒരു പ്രശ്നം അല്ലെങ്കിൽ അസിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് പച്ചമുളക് ഇടുമ്പോൾ നമുക്ക് അസിഡിറ്റി പ്രശ്നം വരും. അരി ഇട്ടു, വെള്ളത്തിനകത്ത് തള വന്നു. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഈ എണ്ണ കാണുന്നുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി ആ എണ്ണ ഒന്ന് മാറ്റുക. എന്നിട്ട് ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉപ്പ് ശരിയാണോ നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ എപ്പോഴും അരി ഉപ്പ് നോക്കുന്നത് ഈ സ്റ്റേജിലാണ്. എപ്പോഴും കുറച്ച് ഉപ്പിടുക. അരി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അരി ഉപ്പ് കൂടാണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് ഇളക്കിയിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബിരിയാണിയുടെ വെള്ളമൊക്കെ പറ്റിയ ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടുന്ന ഒരു സ്റ്റേജാണ്. ഒന്ന് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്കുക. അത് വളരെ പതുക്കെ ഇറച്ചിയൊന്നും ഉടയാണ്ട് അടി പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടിയൊന്നും പിടിച്ചിട്ടില്ല, ക്ലിയറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഇത് ടോട്ടലായിട്ട് നമുക്കൊരു 15 മിനിറ്റ് എടുക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടാം. അത് കഴിഞ്ഞിട്ടുള്ള 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ നമുക്ക് ദമ്മിടാൻ വേണ്ടി പോവാണ്. അടയ്ക്കുക. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത്, ഒരു പാത്രം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് എന്താ കിട്ടുവെച്ചെങ്കിൽ അത് വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ആവി പറക്കണ ഒറിജിനൽ ചിക്കൻ ദൊണ്ണെ ബിരിയാണി. അപ്പോൾ ഇനി നമുക്കിത് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ബിരിയാണി നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഉതിർന്ന് കിടക്കില്ല.
ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇവിടുത്തെ ആൾക്കാർ ബാംഗ്ലൂരും കന്നഡക്കാരൊക്കെ സ്റ്റിക്കി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിക്കി ആയിട്ട് വേണ്ട നല്ല ഇങ്ങനെ ഉതിർന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉതിർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് സർവ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സ്വാദിഷ്ടമായ ബാംഗ്ലൂർ സ്റ്റൈൽ ദൊണ്ണെ ബിരിയാണി റെഡിയാണ്. അപ്പോൾ ദയവീത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്